നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ്. പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി കുടുങ്ങിപ്പോയ 4 പേരെ രക്ഷപ്പെടുത്തി. ഉച്ചയോടെ 4 പേർ കുളിക്കാനിറങ്ങിയതിന് പിന്നാലെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. ഇവർ പുഴയുടെ നടുക്ക് പെട്ടുപോവുകയായിരുന്നു. ഫയർഫോഴ്സ് എത്തിയാണ് മൈസൂർ സ്വദേശികളായ 4 പേരെയും സാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട് പാലക്കാട് നിന്ന്. ഇക്ബാൽ, നമ്മൾ ദിവസങ്ങൾക്ക് മുൻപാണ് മഹാരാഷ്ട്രയിൽ നിന്ന് നടുക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടത്. പുഴയ്ക്ക് നടുവിൽ പെട്ടുപോയ മനുഷ്യർ, അവരെ രക്ഷിക്കാൻ പക്ഷേ നമുക്ക് കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ നാട്ടിൽ പാലക്കാട് നിന്ന് ഇത്തരത്തിലൊരു ദൃശ്യം വന്നപ്പോൾ നമ്മൾ വല്ലാതെ പേടിച്ചു. പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്തായിരുന്നു ആ ഒരു സാഹചര്യം? അവർ ഇപ്പോൾ എങ്ങനെയുണ്ട്? അവരുടെ ആരോഗ്യമൊക്കെ? പരിക്കുകളൊന്നുമില്ലല്ലോ? റോഷ്നി, ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് പാലക്കാട് ചിറ്റൂർ ആലങ്കടവ് എന്ന് പറയുന്ന ഭാഗത്ത് വെച്ച് നരണി കോസ്വഴയ്ക്ക് താഴെ വെച്ച ഈ 4 പേരും പുഴയിൽ കുടുങ്ങിപ്പോയത്. ഗായത്രി പുഴയിൽ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുകയായിരുന്നു. മൂലത്തറ ഡാമിൻ്റെ റെഗുലേറ്ററുകൾ തുറന്നതിനെ തുടർന്നാണ് പെട്ടെന്ന് ഈ ജലനിരപ്പ് ഉയർന്നതും ഈ 4 പേർ കുളിക്കാൻ വേണ്ടി എത്തിയ 4 പേരും ഈ പുഴയിൽ കുടുങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ 4 പേരും ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇവർ മൈസൂർ സ്വദേശികളാണ്. ഇവർ കാലങ്ങളായി പാലക്കാട് പോലുള്ള ഭാഗങ്ങളിലേക്ക് വർഷം എത്തും. എന്നിട്ട് മീൻ ഉൾപ്പെടെ പിടിച്ച് ആ മീൻ വിൽപ്പന നടത്തിയാണ് ഇവർ ജീവിക്കുന്നത്. മൈസൂർ സ്വദേശിയായ ലക്ഷ്മണൻ്റെ ഭാര്യ ദേവിയുടെ മകൻ സുരേഷിൻ്റെ മകനായിട്ടുള്ള വിഷ്ണു എന്നിവരാണ് ഈ പുഴയിൽ കുടുങ്ങിയ 4 പേരും. ഈ 4 പേരെയാണ് ഫയർഫോഴ്സ് സംഘം അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത്. ഇപ്പോൾ അവർ തന്നെ നമ്മളോടൊപ്പം ചേരും. നിങ്ങൾ എങ്ങനെയാണ് അവിടെ പോയി പെട്ടത്? എങ്ങനെയാണ്? കുളിക്കാൻ പോയി തിരുമാൻ പോയപ്പോൾ വെള്ളം വന്നു. ആദ്യം പോയപ്പോൾ വെള്ളം ഉണ്ടായിരുന്നോ? കുറച്ച് വെള്ളമില്ല, ഞങ്ങൾ പോയി നേരം. പിന്നെ കുറച്ച് 2 തുണിയിൽ വെള്ളം ഇട്ട് സോപ്പിട്ട് വെള്ളം വന്നത്. പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ എന്താ ചെയ്ത്? ഓടിയത് പാറയിലേക്ക്? ഓടുമ്പോൾ ഇത്ര വെള്ളം വന്നു, കൂടി വന്നു വെള്ളം. അവിടെ നിങ്ങൾ നിലവിളിക്കണേ? ഇത് ശബ്ദം ഉണ്ടാക്കിയോ? ഇല്ല നമ്മൾ രണ്ടുപേരും പോയതാ. പേരാണ് ഈ വിഷ്ണു എങ്കിൽ വാ പറഞ്ഞ് മോനെ 2 പേര് ചാടി കളിഞ്ഞ് നമ്മളെ നോക്കിയതാ. ഇവിടെ കൊണ്ടുവന്നു. 2 പേര് കുളിച്ചിട്ട് പോയായിരുന്നു. റോഡിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞത് വാ നമ്മൾ 2 പേര് ഓടി പോകുമ്പോൾ രക്ഷപ്പെട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ നല്ല പേടിച്ചോ പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ? വെള്ളം നമ്മളിങ്ങനെ വരുമ്പോൾ പേടിച്ച് പോയി സാർ. അത്ര തന്നെ വേറെ വണ്ടിയ സാർ കൊണ്ടുവന്നപ്പോൾ കുറച്ച് പേർക്ക് ധരയായി. ആദ്യം വിഷ്ണുവാണ് പുറത്തേക്ക് വന്നത് അല്ലേ? ആ രണ്ട് പേരുണ്ട്. നമ്മൾ വന്ന പ്രശ്നം അപ്പോഴാണ് നമ്മൾ അപ്പോഴേ ഉപയോഗിക്കണം. മൈസൂരിൽ നിന്നാണോ? ഇവിടെ എന്താ ജോലി ചെയ്യുന്നത്? നമ്മളെങ്ങനെ പുതിയ പല കാലത്തന്നെ മീൻ പിടിക്കും വർഷം എന്തെങ്കിലും ഇങ്ങനെ ജീവിക്കും. എനിക്ക് പേടിച്ച് പോയല്ലേ പെട്ടെന്ന് വെള്ളം വന്നപ്പോൾ? പേടിച്ച് ഫസ്റ്റ് പോകുന്ന സമയത്തൊന്നും വെള്ളം ഉണ്ടായില്ല. വെള്ളമില്ല. പുഴയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? വേറെ ഉള്ള പോയി, അവർ ഓടിപ്പോയി. 4-5 പേരുണ്ടായിരുന്നു. ഓടിപ്പോയി. ഈ കുട്ടികളും ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ 4-5 പേർ. അവർ വെള്ളം വന്നപ്പോൾ നമ്മൾ പറഞ്ഞ് മൂപ്പർക്ക് എടുക്ക വേഗം തുണി എടുക്കുമ്പോൾ കൂടി വന്നു വെള്ളം. ബക്കറ്റെല്ലാം എടുക്കുമ്പോൾ കൂടി വന്നു വെള്ളം. എന്തായാലും ഇവർ 4 പേരെയാണ്. ഇവർ മൈസൂർ സ്വദേശികളാണ്. ഇവർ ഇവിടേക്ക് എത്തും, എല്ലാ വർഷവും എത്തും. അതുകൊണ്ട് തന്നെ അവർക്ക് മലയാളം എല്ലാം കാര്യമായി തന്നെ അറിയാം. പിന്നീട് ഈ പാലക്കാടെല്ലാം എത്തി പറഞ്ഞാൽ പുഴയിൽ നിന്നെല്ലാം മീൻ പിടിച്ച് ആ മീൻ വിൽപ്പന നടത്തി ജീവിക്കുന്ന ആളുകളാണ്. ഇവിടെയുള്ള ചിറ്റൂർ നിവാസികൾക്കെല്ലാം ഇവരെ വർഷങ്ങളായി അറിയുന്ന ആളുകളാണ്. പെട്ടെന്ന് ഈ അപകടം ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല? ഇല്ല വിചാരിച്ചില്ല. വെള്ളം തിരിയിരുന്ന് വന്നപ്പോൾ പ്രളയമായി. അതുകൊണ്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാം. ആ കുട്ടികളെയും വിളിച്ചവർ ഓടി എന്ന് പറഞ്ഞല്ലോ. ഇവർക്ക് അറിയില്ലല്ലോ ഇതിപ്പോൾ എന്താ എങ്ങനെയാണെന്നുള്ളത്. പട്ടപ്പം തന്നെ ഇവർക്ക് വിവരം അറിഞ്ഞുള്ളൂ. എല്ലാ വർഷവും ഇവിടെ വരുന്നവരാണ്? എല്ലാ വർഷവും വരും. 2-3 പ്രാവശ്യം ഞാൻ കണ്ടു വീട്ടിലെ. 2-3 വർഷം പിടിച്ച് ഇവർ വന്നിട്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇവിടെ വരും. ഇവിടുത്തെ ഇടയ്ക്കിടയ്ക്ക് ഈ നരണി ഭാഗത്ത് അല്ലെങ്കിൽ ഈ ആലങ്കോട് ഭാഗത്ത് ഈ ഇത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇങ്ങനെ ഉണ്ടായി. വർഷങ്ങൾക്ക് മുന്നേ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊന്നും അതില്ല. ഇപ്പോൾ കുറേ ആയിട്ടൊന്നും. ഈ മൂലത്തറ തുറക്കുന്നൊക്കെ വിവരം കിട്ടിയപ്പോൾ തന്നെ ആൾക്കാർ പുഴയിൽ ഇറങ്ങുന്ന നിർത്തുമല്ലോ? അറിയില്ല. ഇവർക്ക് അറിയില്ല. അഥവാ നമുക്ക് അറിയുകയാണെങ്കിൽ ഇവർ വിടുവില്ല.
ഒന്നും അറിയില്ലല്ലോ. ഇവർ പോകുന്നാരും ശ്രദ്ധിച്ചിട്ടില്ല. ഇല്ല, ഇവരിങ്ങനെ പണിക്കാൻ കൊണ്ട് പോകും, മീൻ പിടിക്കാൻ പോകും, ഇതൊക്കെ അത്ര തന്നെ. പക്ഷേ ഇതാണ് നാട്ടുകാർ ഉൾപ്പെടെ നൽകുന്ന വിവരം എന്ന് പറയുന്നത്. 12 മണിയോടുകൂടി നാട്ടുകാരും ഇവരെ കണ്ടിരുന്നില്ല. ഇവരെ കുളിക്കാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി പുഴയിലേക്ക് എത്തിയതായിരുന്നു. ഈ സമയത്താണ് മൂലത്തറ ഡാം തുറന്ന് വെള്ളം ഈ ചിറ്റൂർ പുഴയിലേക്ക്, ഗായത്രി പുഴയിലേക്ക് ഇരച്ചെത്തിയത്. ആ സമയത്ത് തന്നെ കൂടെ ഉണ്ടാകുന്ന കുട്ടികളോടെല്ലാം ഇവർ പോകാൻ പറഞ്ഞു. പക്ഷേ ഇവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല. ഉടൻ തന്നെ പാറയിലേക്ക് കയറി നിൽക്കുകയായിരുന്നു. പിന്നീട് നാട്ടുകാരെല്ലാം എത്തി പോലീസിനെയും ഫയർഫോഴ്സിനെയും വിളിച്ച് ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്. ഫയർഫോഴ്സ് ലൈഫ് ജാക്കറ്റ് ധരിച്ച് ഓരോ വടം ഉപയോഗിച്ച് വടത്തിലൂടെ ഓരോ ആൾക്കാരെ ആയിട്ടാണ് എത്തിച്ചത്. ആദ്യം വിഷ്ണുവിനെ എത്തിച്ചു, പിന്നീട് ദേവി എത്തിച്ചു, പിന്നീടാണ് ലക്ഷ്മണനെയും അതുപോലെ തന്നെ സുരേഷിനെയും എല്ലാം കരയിലേക്ക് എത്തിച്ചത്. വളരെ സാഹസികമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമായിരുന്നു. ഏതായാലും ഈ 4 പേരെയും ഒരു അപകടവും കൂടാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള വാർത്ത. ഈ കാണുന്ന നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ ഒരു പഞ്ചായത്ത് മണ്ഡപത്തിന് മുമ്പിൽ ഇത്തരത്തിൽ ആണ് ഇവർ താമസിക്കുന്നത്. എല്ലാ വർഷവും ഇവർ ഇവിടേക്ക് വരാറുണ്ട്. ഇത്തരത്തിൽ മീൻ പിടിച്ച് വിൽപ്പന നടത്തുന്ന ആളുകളാണ്. പക്ഷേ ഇത്തവണ ഇത്ര എന്തായാലും അവരെ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. പ്രത്യേകിച്ച് മഴ കൂടി കനക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്.